ഡിയർ ട്രെയിനീസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻസ് ഓഫ് എ സി അല്ലെ ഡിഫറൻസ് ബിറ്റ്വീൻ എ സി ആൻഡ് ഡി സി, ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഡയറക്റ്റ് കറണ്ട്, അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അഡ്വാൻറ്റേജസ് ഓഫ് എ സിയുടെ അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ മേന്മകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ, അതുപോലെ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് എ സി കൊണ്ടുള്ള ന്യൂനതകളിൽ എ സിക്ക് ഉണ്ടാകുന്ന ന്യൂനതകളെ പറ്റി ഈ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക, അവയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്ത ചില ടേംസിലേക്കാണ് കടന്നു പോകുന്നത്. നമ്മളെ ഇലക്ട്രിക്കൽ ടേംസ് ആൻഡ് യൂണിറ്റ്സ്, ചില ഇലക്ട്രിക്കൽ ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ് ഇലക്ട്രിക്കൽ ടേംസും യൂണിറ്റുകളും. അതിൽ ഓരോന്നിൻ്റെയും ഡെഫിനിഷൻസ് എന്താണ് എന്നുള്ളത് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ഇക്വേഷൻസും അതിൻ്റെ യൂണിറ്റുകളൊക്കെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യമായിട്ട് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റി, അതിൽ സ്ട്രെങ്ത് ഓഫ് കറണ്ട്, ഒരു കറണ്ടിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക്കൽ ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഫ്ലോസ് ഇൻ 1 സെക്കൻഡ് ആണ്. സ്ട്രെങ്ത് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ഇത് ഈക്വൽ ടു സൈൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോൺ ചാർജസ് ഫ്ലോസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് എത്രമാത്രം ഇലക്ട്രോൺസ് ഒരു പ്രത്യേക പോയിന്റിലൂടെ കടന്നു പോകുന്നു, അതാണ് സ്ട്രെങ്ത് ഓഫ് കറണ്ട്. അത് സ്ട്രെങ്ത് ഓഫ് കറണ്ട് അല്ലെ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് I സമം Q, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോൺസ് ബൈ ടൈം ആണ്. അപ്പൊ I സമം Q ബൈ T എന്ന് എഴുതാം. ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ ആണ്. കറണ്ട് I സമം സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് ബൈ ടൈം Q ബൈ T. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് Q സമം I ഇൻറ്റു T എന്ന് എഴുതാം, കറണ്ട് ഇൻറ്റു ടൈം. ഇനി സ്ട്രെങ്ത് ഓഫ് കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് കൂളംബ്. അപ്പോൾ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് കറണ്ട് കൂളംബാണ്. ആ കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ 1 കൂളംബ് സമം 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിലൂടെ 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ 1 കൂളംബ് എന്നുള്ളത് ചിലപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. സമം 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ്. ഈ കാര്യം സ്ട്രെങ്ത് ഓഫ് കറണ്ട് എന്താണെന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കുക. ഇനി നമ്മളിവിടെ കൂളംബ് എന്ന് പറഞ്ഞു. കൂളംബാണ് കറണ്ടിന്റെ സ്ട്രെങ്ത് പറയുന്ന യൂണിറ്റ്. ഇനി ഒരു കൂളംബ് എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കുക. ഇൻ ആൻ ഇലക്ട്രിക് കറണ്ട് 1 ആംപിയർ ഓഫ് കറണ്ട് പാസസ് ഇൻ 1 സെക്കൻഡ്. ഇലക്ട്രിക് സർക്യൂട്ട് ആണ്. ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് 1 ആംപിയർ ഓഫ് കറണ്ട് പാസസ് ഇൻ 1 സെക്കൻഡ്. ഇറ്റ് ഈസ് കാൾഡ് ആംപിയർ സെക്കൻഡ്. അപ്പോൾ ഒരു സർക്യൂട്ടിലൂടെ 1 ആംപിയർ കറണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്യുന്നതാണ് ഒരു കൂളംബ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഇലക്ട്രിക് സർക്യൂട്ടോ ഇലക്ട്രിക് ടെർമിനലോ ആയിക്കോട്ടെ, അതിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നു 1 സെക്കൻഡിൽ. എത്ര ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നു? 1 ആംപിയർ കറണ്ട് പാസ് ചെയ്യുമ്പോൾ 1 സെക്കൻഡിൽ പാസ് ചെയ്യുമ്പോൾ ഉള്ള ക്വാണ്ടിറ്റിയാണ് 1 കൂളംബ്. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ആംപിയർ സെക്കൻഡ്. കൂളംബ് എന്ന് പറയുന്നത് ആംപിയർ സെക്കൻഡ്. ഈ സെക്കൻഡിൽ 1 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നതാണ് അതിന് ആംപിയർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ലാർജർ യൂണിറ്റ് ആണ് ആംപിയർ ഹവർ. അതാണ് AH എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആംപിയർ സെക്കൻഡിനെ AS എന്ന് പറയാം. അതുപോലെ ലാർജർ യൂണിറ്റ് എന്ന് പറയുന്നത് 1 ആംപിയർ കറണ്ട് പാസസ് ഇൻ 1 അവർ. ഇതാണ് ആംപിയർ ഹവർ. ഇനി ഇവിടെ അതിന്റെ ഒരു താരതമ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 ആംപിയർ ഹവർ സമം 1 ആംപിയർ അവർ എന്ന് പറയുമ്പോൾ 1 മണിക്കൂറിൽ 60 മിനിറ്റ് ഉണ്ട്. ഓരോ മിനിറ്റിൽ 60 സെക്കൻഡ്. അതുപോലെ 3600 സെക്കൻഡുകൾ ഉണ്ടാവും. അപ്പോൾ 1 ആംപിയർ അവർ എന്ന് പറയുമ്പോൾ 3600 ആംപിയർ സെക്കൻഡ് ആണ്. അല്ലെങ്കിൽ
3600 കൂളമ്പാണ്. ഒരു കൂളമ്പിനെയാണ് ഒരു ആംപിയർ സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൂളമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് കറണ്ട് 1 ആംപിയർ ഒരു സർക്യൂട്ടിലൂടെ 1 സെക്കൻഡ് കടന്നു പോകുന്നതിന് ഒരു കൂളമ്പ് എന്ന് പറയുന്നു. പിന്നെ അതിന്റെ താരതമ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 ആംപിയർ ഹവർ എന്ന് പറഞ്ഞാൽ 3600 ആംപിയർ സെക്കൻഡ് ആണ് അല്ലേ? അല്ലെങ്കിൽ 3600 കൂളമ്പാണ്. ആംപിയർ സെക്കൻഡും കൂളമ്പും ഒന്നു തന്നെയാണ്. അടുത്തത് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അഥവാ അതിനെ ഡിനോട്ട് EMF എന്ന് എഴുതും. അത് ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ EMF എഴുതാം, അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിൽ EMF എന്ന് കാണാം. ആ കാര്യം ശ്രദ്ധിക്കാം. അതൊരു ഫോഴ്സ് ആണ്. അപ്പോൾ അത് കറണ്ട് ഒഴുകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ദ ഫോഴ്സ് വിച്ച് കോസസ് ടു ഫ്ലോ ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എനി ക്ലോസ്ഡ് സർക്യൂട്ട് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ എൻ ഇലക്ട്രിക്കൽ പ്രഷർ ഓർ പൊട്ടൻഷ്യൽ. ഇത് ഒരു സർക്യൂട്ടിലെ ഒരു ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് എങ്ങനെ ഉണ്ടാവുന്നത്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് വിച്ച് കോസസ് ടു ഫ്ലോ ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എനി ക്ലോസ്ഡ് സർക്യൂട്ട് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ഇലക്ട്രിക്കൽ പ്രഷർ. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലെ കൂടെ ഇലക്ട്രോൺസ് ഒഴുകുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ഇലക്ട്രിക് പ്രഷറിന്റെ ഡിഫറൻസിനെയാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോഴെന്താണ്? ഒരു സർക്യൂട്ടിലൂടെ ഇലക്ട്രോൺസ് ഒഴുകിയാലേ കറണ്ട് പാസ് ചെയ്യുള്ളൂ അല്ലേ? ഇലക്ട്രോൺസ് ഒഴുകുമ്പോൾ, ക്ലോസ്ഡ് സർക്യൂട്ടിലൂടെ ഇലക്ട്രോൺസ് ഒഴുകുമ്പോൾ അതിൻ്റെ അകത്ത് ഇലക്ട്രിക്കൽ പ്രഷറിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. രണ്ട് തരം രണ്ട് പ്രഷർ ഉണ്ടാകുമ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും അല്ലേ? എല്ലാവർക്കും പ്രഷർ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ആ പ്രഷറിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ പ്രഷർ ഓർ പൊട്ടൻഷ്യൽ, ആ ഡിഫറൻസ് ആണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇ എന്നുള്ള വാക്ക്, EMFനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ക്യാപിറ്റൽ E എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അതുപോലെ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അതിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. ഞാൻ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് V എന്ന് എഴുതിയിട്ടുണ്ട്. യൂണിറ്റ് വോൾട്ടാണ്. ഇപ്പോൾ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സിന്റെ യൂണിറ്റ് വോൾട്ട്. അത്രയും ഓർത്ത് വെക്കുക. അവിടെ ഉണ്ടാവുന്ന ആ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ഒരു ഫോഴ്സ്, പ്രഷർ ഡിഫറൻസ് ആണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് മനസ്സിലാക്കാം. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ PD. അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും ഏത് സർക്യൂട്ടിലും. നോക്കിക്കോ, ഡിഫറൻസ് ഇൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്രഷർ. പൊട്ടൻഷ്യൽ മെഷേർഡ് in a cross 2 points of the circuit. Measured across 2 points of the circuit. അപ്പോൾ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. മെഷേർഡ് അക്രോസ് 2 points ഓഫ് ദ, ഒരു സർക്യൂട്ട് ആകുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു 2 പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷേർഡ് ചെയ്യുന്നതിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എപ്പോഴും ഒരു സർക്യൂട്ടിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ലെസ് ദാൻ EMF ആയിരിക്കും. EMFനേക്കാൾ ലെസ് കുറവായിരിക്കും. പൊട്ടൻഷ്യൽ ഒരു സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ EMFും പൊട്ടൻഷ്യൽ ഡിഫറൻസും എടുത്തു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും ചെറുത്. PD ലെസ് ദാൻ EMF. ഇനി എപ്പോഴും ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വോൾട്ട് കൊണ്ടാണ്. അതിന്റെ ലെറ്റർ V. അപ്പോൾ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സും V ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസും V ആണ്. ഈ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആദ്യം പറഞ്ഞത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. അവിടെ ഒരു സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എപ്പോഴാണ്? ക്വാണ്ടിറ്റി അല്ലെ സ്ട്രെങ്ത് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൂടെ കടന്നു പോകുന്ന ഇലക്ട്രോൺസിൻ്റെ, അതിൻ്റെ അകത്ത് ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രോൺസ് 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്നതിൻ്റെ തുകയായിരിക്കും അതിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. അതിനെ ഡിനോട്ട് ചെയ്യുന്ന I ഇൻറ്റൻസിറ്റി എന്ന് പറയുക. I സമം ക്വാണ്ടിറ്റി Q ബൈ ടൈം T. I സമം Q ബൈ T അല്ലെങ്കിൽ Q സമം I ഇൻറ്റു T എന്ന് എഴുതാം.
ഇനി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി SI യൂണിറ്റ് കൂളമ്പാണ്. കൂളമ്പിലാണ് ക്വാണ്ടിറ്റി പറയുക. 1 കൂളമ്പ് എന്ന് പറയുന്നത് 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് ആണ്. ഇത് 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്നതാണ് ഒരു കൂളമ്പ്. ആ കൂളമ്പ് ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, കൂളമ്പ് എന്നാണ്. ഇൻ എൻ ഇലക്ട്രിക് സർക്യൂട്ട് 1 ആംപിയർ ഓഫ് കറണ്ട് പാസസ് ഇൻ 1 സെക്കൻഡ്. 1 ആംപിയർ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് ആണ്. അത്രയും ഇലക്ട്രോൺസ് ഒരു സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കൂളമ്പ്. ഇനി കൂടാതെ അതിന് വേറൊരു പേര് പറയും ആംപിയർ സെക്കൻഡ്. അതിൻ്റെ വലിയ യൂണിറ്റ് എടുക്കുമ്പോൾ 1 മണിക്ക്, ഇനി ഇവിടെ 1 സെക്കൻഡിൽ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആംപിയർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഇനി അത്രയും കറണ്ട് അല്ലെങ്കിൽ അത്രയും ഇലക്ട്രോൺസ് 1 മണിക്കൂർ പാസ് ചെയ്യുകയാണെങ്കിൽ അത് ആംപിയർ അവർ എന്ന് പറയും, AH. അത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF. ഇതൊരു ഫോഴ്സ് ആണ്. എങ്ങനെയുള്ള ഫോഴ്സ് ആണ്? ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു ഇലക്ട്രിക്കൽ ഡിഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിനെയാണ് ഇലക്ട്രോമോട്ടീവ്. ആ ഫോഴ്സിനെ, അന്നേരം ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് E എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. അതിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്, V. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇത് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് ആണ്. ഇവിടെ ഒരു സർക്യൂട്ടിലൂടെയുള്ള ഏതെങ്കിലും 2 പോയിന്റുകൾ എടുത്താലുള്ള ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എപ്പോഴും ഒരു ഇതിലൂടെ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ടിന്റെ ഇന്റൻസിറ്റി ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, എല്ലാടിക്കും കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് എടുക്കുമ്പോൾ അതിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. PD ലെസ് ദാൻ EMF ആയിരിക്കും. അതുപോലെ എപ്പോഴും PD പൊട്ടൻഷ്യൽ ഡിഫറൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് വോൾട്ട് V കൊണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് കൂടുതലൊന്നുമില്ല, നിങ്ങൾ ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട. അതിന്റെ കാര്യം എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ ഇക്വേഷനൊക്കെ ഓർത്ത് വെക്കുക.